നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കുനിശ്ശേരി തൃപ്പാളൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ജില്ലയിലെ പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ പാതയാണ് കുനിശ്ശേരി തൃപ്പാളൂർ റോഡ്. ആലത്തൂർ താലൂക്കിലെ കുനിശ്ശേരിയെയും തൃപ്പാളൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത ഈ പ്രദേശങ്ങളിലെ ഗതാഗത ശൃംഖലയുടെ നട്ടെല്ലാണ്. കുനിശ്ശേരി വഴി തൃപ്പാളൂരിലേക്കെത്തുന്ന ഈ പാത ഒരു പ്രധാന ജില്ലാപാത കൂടിയാണ്. കുനിശ്ശേരി ഭാഗത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ തൃപ്പാളൂർ ഭാഗത്തേക്ക് നിരവധി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ഈ പാത പക്ഷേ യാത്രക്കാരുടെ നടു ഒടിക്കും വിധം തകർന്നിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ദുരിതയാത്രയാണെന്ന് ഇതുവഴിയുള്ള യാത്രക്കാർ പറയുന്നു. റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് രാത്രിയിൽ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നിറയെ ഇവിടുന്ന് തൃപ്പാളൂരിൽ നിന്നും ബൈപ്പാസ് വരെ നരിപ്പറ്റ ബൈപ്പാസ് വരെ കുണ്ടും കുഴിയാണ്. അപ്പോൾ അത് രാത്രി ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുണ്ടും കുഴികൾ തൂർക്കുക അല്ലെങ്കിൽ ടാർ ചെയ്യുക. അപ്പോൾ രാത്രി ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എതിരെ വരുന്ന വാഹനവും ലൈറ്റും ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുണ്ടും കുഴി അറിയില്ല. അപ്പോൾ അങ്ങനെ ആ കുണ്ടിൽ പെട്ട് അപകട സാധ്യതയ്ക്ക് ഉള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യുക അല്ലെങ്കിൽ കുണ്ടും കുഴിയും തൂറുക ചെയ്യണം എന്നാണ്. ഇതിപ്പോൾ ഏകദേശം എത്രയാണ് റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു വർഷത്തോളം ആയി അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അത്രയേ ഉള്ളൂ, അത് വലിയ കാര്യമില്ല. ഓട്ടയടിച്ച് പോയി വീണ്ടും അതുപോലെ ലോഡിങ്ങും വണ്ടികളോ വല്ലതും വരുമ്പോഴും അത് കേടുവരാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ശരിയായിട്ടില്ല. വളരെ കാലമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇതുവഴിയുള്ള രാത്രി യാത്രയാണ് കൂടുതൽ അപകടകരം. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കൂടിയാവുമ്പോൾ റോഡിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ പറ്റുന്നില്ല. അതായത് വണ്ടികൾ അതിൽ പോയി പെട്ടിട്ടും വീണിട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ റോഡൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക, എല്ലാം വെച്ച് കഴിഞ്ഞാൽ പണി കഴിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം സർക്കാർ. അതിനെ പറയാനുള്ളൂ, കൂടുതൽ പറയാനൊന്നുമില്ല. മാസങ്ങൾക്ക് മുൻപ് റോഡിലെ കുഴികളടച്ച് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിലും കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതോടെയാണ് റോഡ് അപകടപാതയായത്. മഴ ശക്തമാവുന്നതിന് മുൻപ് കുഴികൾ അടയ്ക്കുകയോ റോഡ് പൂർണ്ണമായും റീടാറിംഗ് നടത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.